10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ദുരൂഹത അവസാനിക്കുന്നില്ല. കേസിലെ 4ാം പ്രതി അബ്ദുൽ നാസർ ചോർത്തിയത് +2 ചോദ്യപേപ്പറാണ്. 2ാം പ്രതി ഫഹദിന് ലഭിച്ചതും +2 ചോദ്യപേപ്പർ മാത്രം. SSLC ചോദ്യങ്ങൾ ചോർത്തിയത് ആര് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. 2023, 2024 വർഷങ്ങളിൽ SSLC ചോദ്യങ്ങൾ ചോർത്തിയതിലും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. SSLC ചോദ്യങ്ങൾ പ്രവചിച്ച സൈനുൽ ആബിദിനെതിരെ അന്വേഷണവും ഉണ്ടായിട്ടില്ല. അതേസമയം കേസിൽ അബ്ദുൽ നാസറിനെയും മുഹമ്മദ് ഷുഹൈബിനെയും ഈ മാസം 13 വരെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ അന്വേഷണം ഏത് രൂപത്തിൽ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥ പ്രതികളിലേക്ക് എത്തില്ല എന്ന് ഉറപ്പിക്കുന്ന രൂപത്തിലാണോ അന്വേഷണം? അങ്ങനെയെങ്കിൽ ആരെ രക്ഷിക്കാനാണ് ശ്രമം? സ്മൃതി, യഥാർത്ഥ പ്രതികളിലേക്ക് എത്തില്ല എന്നുള്ളതല്ല. നിലവിൽ 4 പ്രതികളുണ്ട്. ഈ 4 പ്രതികളെ കൂടാതെ മറ്റു പ്രതികളും ഈ കൂട്ടത്തിലുണ്ട്. അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. ഈ 4 പേരിൽ മാത്രം ഒതുക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം എന്ന് പറയുന്നത്. കാരണം ഇതിൽപ്പോൾ പ്രതികളായിട്ടുള്ള 1, 2, 3, 4 പ്രതികൾ. അതിൽ 1ാം പ്രതി ഈ MS സൊല്യൂഷൻ്റെ ഉടമയാണ്. 2ാം പ്രതിയും 3ാം പ്രതിയും അവിടുത്തെ അധ്യാപകരായിരുന്നു. അവർ +2 വിഭാഗം കൈകാര്യം ചെയ്യുന്ന അധ്യാപകരായിരുന്നു. 4ാം പ്രതി അബ്ദുൽ നാസർ ഫഹദിന് ചോദ്യങ്ങൾ എത്തിച്ചു കൊടുത്ത സ്കൂൾ പ്യൂണാണ്. ഈ 4ാം പ്രതിയായിട്ടുള്ള അബ്ദുൽ നാസർ 2ാം പ്രതിയായിട്ടുള്ള ഫഹദിന് കൊടുത്തിട്ടുള്ളത് +2 ചോദ്യപേപ്പറാണ്. അങ്ങനെയാണെങ്കിൽ SSLC ചോദ്യപേപ്പർ എങ്ങനെയാണ് ചോർന്നത്? 2023 ഓണപ്പരീക്ഷയ്ക്കും 2023 ക്രിസ്മസ് പരീക്ഷയ്ക്കും 2024 ഓണപ്പരീക്ഷയ്ക്കും ഈ ചോദ്യപേപ്പറുകൾ എങ്ങനെയാണ് SSLC കുട്ടികൾക്ക് വേണ്ടി പ്രഡിക്ഷൻ നടത്താൻ വേണ്ടി കിട്ടിയത്? ആ ചോദ്യപേപ്പർ ആര് ചോർത്തി, എവിടെ നിന്ന് ചോർത്തി കിട്ടി എന്നുള്ള ചോദ്യങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് ഇപ്പോഴും ഉത്തരം നൽകുന്നില്ല. അതിൽ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞത്. ക്രൈംബ്രാഞ്ച് SP കഴിഞ്ഞ ദിവസം പറഞ്ഞത് 2024 ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നതെന്ന. എന്നാൽ പോലും 2024 ക്രിസ്മസ് പരീക്ഷയിൽ SSLC ചോദ്യപേപ്പർ ആര് ചോർത്തി എന്ന ചോദ്യത്തിനും ക്രൈംബ്രാഞ്ച് ഉത്തരം നൽകുന്നില്ല. ഏതായാലും ഈ കേസിൽ 1ഉം 4ഉം പ്രതികളായിട്ടുള്ള ഷുഹൈബിനെയും അതുപോലെ അബ്ദുൽ നാസറിനെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കോടതി ഉത്തരവായിട്ടുണ്ട്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. വ്യാഴാഴ്ച ഇവരെ തിരിച്ചു കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഈ 2 പ്രതികളെയും കസ്റ്റഡിയിൽ കിട്ടിയ സാഹചര്യത്തിൽ മറ്റ് 2 പ്രതികളായിട്ടുള്ള ഫഹദിനെയും ജിഷ്ണുവിനെയും ഒരുമിച്ചിരുത്തി 4 പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ഇതിനായി ഫഹദിനെ നാളെ വീണ്ടും ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചിട്ടുണ്ട്. ഫഹദിനെയും ഷുഹൈബിനെയും 4ാം പ്രതി അബ്ദുൽ നാസറിനെയും ഒരുമിച്ചിരുത്തിയായിരിക്കും നാളെ ചോദ്യം ചെയ്യുക.